ഇതിൻ്റെ വേറെ വറക്കണം മതി. ഒരു സ്പൂണ് നല്ല വറുത്തത്. ഭാഗ്യത്തിന് കറി കുളമായില്ല കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. ഹായ്, ഞാൻ റോസ്ലിൻ. വെൽക്കം ടു മൈ ഡാഡ്സ് കുക്കിംഗ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പയുടെ സ്വന്തം റെസിപ്പിയായ പോർക്ക് ഡ്രൈ റോസ്റ്റ് ആട്ടോ. അതിനായി ആദ്യം കഴുകി വെച്ച പോർക്കിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു പച്ചമുളക് അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു തണ്ട് വേപ്പില കീറിയതും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് ഒരു കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളവും കുറച്ച് വിനാഗിരിയും ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഒരു 4 വിസിൽ കേൾപ്പിച്ചാൽ മതിയാവും. ഇനി പോർക്ക് ഡ്രൈ റോസ്റ്റിലേക്ക് കുറച്ച് ചേരുവകൾ ചതച്ചിടാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, കുരുമുളക്, ഇതെല്ലാം ഒന്ന് ചതച്ച് പേസ്റ്റാക്കി എടുക്കാം. ഇനി അരിഞ്ഞു വെക്കേണ്ട ചേരുവകൾ: സവാള നീളത്തിൽ അരിഞ്ഞത്, മല്ലിയില ചെറുതായി അരിഞ്ഞത്, പിന്നെ വേപ്പില ചെറുതായി അരിഞ്ഞതും. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നേരത്തെ ചതച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ചെറുതായി ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ചേർക്കാം. ഇനി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് സവാള വഴണ്ട് വരണത് വരെ നല്ലോണം മിക്സ് ചെയ്യാം. ശേഷം വേവിച്ച് വെച്ച പോർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റോക്ക് ഇപ്പോൾ ഇടുന്നില്ല. ഇനി കുറച്ചു നേരം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വേപ്പില കീറിയതും ചില്ലി പേസ്റ്റും ഇട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പോർക്കിൻ്റെ സ്റ്റോക്കും കുറച്ച് വിനാഗിരിയും കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് ഉപ്പും വേപ്പിലയും സവാളയും മല്ലിയിലയും തക്കാളിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പോർക്ക് ഡ്രൈ റോസ്റ്റ് റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.